എത്ര ലോഡായി മാധവ മേനോനെ? 5. ഞാൻ വീട്ടിൽ പോയി ഒരു ചായ കുടിച്ചു വരാം. അപ്പോഴത്തേക്ക് ഒരു ലോഡ് ഇറക്കട്ടെ. ശരി. ഇന്നെന്താണ് പഠിത്തം ഇല്ലേ? എന്താ കാര്യം? ഞങ്ങൾക്കറിയാൻ പാടില്ല. സമരം ചെയ്യുന്നവർക്ക് എന്താണെന്ന് അറിയാൻ മേല. ചെല്ലിയല്ലേ, കച്ചവടമെങ്കിലും നടക്കട്ടെ. മോളെ, നോക്കൊന്ന് സമരമാണോ? എന്തിനാ സമരം? വീട്ടിൽ പോരാൻ. സന്തോഷം. ലക്ഷ്മി, ഒരു ചായ ഇട്. ഇനി ഇപ്പൊ എന്തിനാ ചായ കുടിക്കുന്നത്? ഊണ് കഴിക്കാം. ഒരു ലോഡ് ഇറക്കിട്ട് ഉണ്ണാവടി. നീ ചായ എടുക്ക്. അച്ഛാ, ഞങ്ങളെ പള്ളിക്കൂടത്തിലെ വാർഷികമാ. നിനക്കെന്താ? കളി ചേർന്ന കുട്ടിയോള് പേര് കൊടുക്കാൻ പറഞ്ഞു. ഞാനും ചേരട്ടെ അച്ഛാ? നീ ഏതാ ചേരുന്നേ? ഓട്ടത്തിന്. ചേർന്നു. പക്ഷെ ഒരു കാര്യം, 1ാം സമ്മാനം മേടിക്കണം. ഏറ്റു. എന്നോട ഭാരം എന്നോട തോളിൽ ഏറിയതിൽ പിന്നെ എന്തൊരു നാശം. ഹൈലാങ്കോളി എന്നോട ഭാരം എന്നോട തോളിൽ ഏറിയതിൽ പിന്നെ. ചായക്ക് ചൂടൊക്കെ ഉണ്ടോടെ? പറഞ്ഞിട്ട് തന്നെ നോക്കട്ടെ. എല്ലാം വന്നേ, ചായ കുടിച്ചേ. ഒന്നിങ്ങനെ. മറ്റവന്മാർ രണ്ടുപേരും വലിയ കച്ചവടത്തിലാണെന്ന് തോന്നുന്നു. പള്ളിക്കൂടത്തിന്ന് വന്നപ്പോ തുടങ്ങിയതാ. നമ്മുടെ മക്കളല്ലേ ലക്ഷ്മി, അധ്വാനിക്കാൻ അവരെ വല്ലതും പഠിപ്പിക്കണോ? ചായക്ക് ചൂട് കുറവായിരുന്നല്ലോ. എന്നാ പൈസ? ഇനി വരുമ്പോഴേ നല്ല ചൂടായിട്ട് ചായ എടുത്തോണ്ടേ. നിന്റെ അമ്മയോടെ പറ്റേരിക്കോളം പറ. അയ്യോ, നീ എന്തിനാണ് അയാളെ പിടിച്ച് തള്ളിയത്? നോക്കിക്കോ, ഞാൻ അമ്മയോട് ചെന്ന് പറയും. മേനൻ ചേട്ടാ, കോൺട്രാക്ടറേയും വിളിക്കുന്നു. മുതലാളി വന്നോ? ഞാൻ ദേ വരുന്നു. മോൾ ഇവിടെ നില്ലേ. ഇന്നത്തെ കൂലി കൊടുക്കാൻ എന്ത് വേണം? 500 രൂപ. ആ 700 രൂപയുണ്ട്. മാധവൻ വന്നോ? നമസ്കാരം മുതലാളി. കൂലി കൊടുത്തിട്ട് വൈകുന്നേരം കണക്ക് വെച്ചാൽ മതി. മാധവൻ വരണം. നാളെ അപ്രോച്ച് റോഡിന്റെ പണി തുടങ്ങണം. അതിന് നിന്റെ വീട് പൊളിച്ചു മാറ്റണം. വേറെ വീടിന്റെ കാര്യം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരോട് പറയാനാ? ഉണ്ടായിരുന്നെല്ലാം വിറ്റുപെറുക്കി വയനാട്ടിൽ പോയി. ഒടുവിൽ വെറും കൈയോടെ തിരിച്ചു വന്നപ്പോ മുതലാളിയുടെ ലോറി എനിക്ക് ജോലി തന്നു. പുറമ്പോക്ക് വീട് കെട്ടി താമസവുമായി 3 കൊല്ലം അങ്ങനെ കഴിഞ്ഞു. വേറെ വീടിന്റെ കാര്യമൊന്നും ഓർമ്മിച്ചില്ല. നിന്റെ വീട് പൊളിച്ചു മാറ്റാതെ എനിക്ക് പണി തുടങ്ങാൻ പറ്റില്ലെന്ന് നിനക്കറിയാമല്ലോ. അയ്യോ, എനിക്കതിന് തടസ്സമൊന്നുമില്ല മുതലാളി. നാളെ തന്നെ പരിഗണിച്ച് മാറ്റിയേക്കാം. പിന്നെ നീ അങ്ങോട്ട് പോകും? അധ്വാനിക്കാനുള്ള മനസ്സും ശരീരവും ഉണ്ട്. കാത്തുരക്ഷിക്കാൻ ഈശ്വരനും. പിന്നെ വരും പോലെ വരട്ടെ. അപ്രോച്ച് റോഡ് പണിയാനുള്ള സ്ഥലത്താണ് ഈ പെര വെച്ചിരിക്കുന്നത്. മാറി കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല ലക്ഷ്മി. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകും? നമ്മളെ 2 പേര് മാത്രമായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ചൊരു കാര്യമുണ്ടോ? വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചു നോക്കാം. മാധവ മേനോൻ? ആരാ അത്? ഞങ്ങളാ. ആഹാ, നമസ്കാരം. നിങ്ങളായിരുന്നോ? എന്താ ഈ രാത്രിയില്? ഈ വീട് പൊളിച്ചു മാറ്റണമെന്ന് കോൺട്രാക്ടർ പറഞ്ഞോ? പറഞ്ഞു. അപ്രോച്ച് റോഡ് പണിയാൻ വേണ്ടിയാ. പൊളിച്ചു മാറ്റണം. എന്തിന്? നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് വേണ്ടേ? എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന പോലെ അങ്ങ് ചെയ്തേച്ചാ മതി. പുര പൊളിച്ചു മാറ്റാൻ പറ്റില്ല. മാറ്റണമെന്ന് നിർബന്ധമാണെങ്കിൽ കോൺട്രാക്ട് 25,000 രൂപ തരട്ടെ. 25,000 രൂപയോ? എന്ത് കാര്യത്തിന്? പാലവും അപ്രോച്ച് റോഡും കൂടി ചേർത്താണ് അയാൾ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. എല്ലാ പണിയും പൂർത്തിയാകാതെ അയാൾക്ക് ബില്ല് മാറി കിട്ടില്ല. ഇപ്പൊ പിടിച്ചാ പറയുന്ന കാശ് കിട്ടും. അതെന്ത് ന്യായമാ? ഈ പുറമ്പോക്കി കൊണ്ടുവന്ന് പെരവെച്ചത് ഞാനാ. അലഞ്ഞു തിരിഞ്ഞു വന്ന എനിക്ക് അദ്ദേഹം ഒരു ഡ്രൈവർ ജോലിയും തന്നു. അതിനെന്താ പുര പൊളിച്ചു മാറ്റാനാ രൂപ ചോദിക്കുന്നത്? ഇല്ല, ഞാനൊരിക്കലും അത് ചോദിക്കില്ല. ചോദിച്ചില്ലെങ്കിൽ തന്നെ കൊണ്ട് ചോദിപ്പിക്കും ഞങ്ങൾ. ഇല്ലെങ്കിൽ ഈ നാട്ടിൽ കഴിയാമെന്ന് തകരുന്നുണ്ട്. സംഘടിത ശക്തിക്കെതിരായി കരിങ്കാലിയായി കളയാമെന്നോ? പറപ്പിച്ചു കളയും ഞങ്ങൾ. ഇവിടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവനോട് കഴിയണമെങ്കിൽ ഞങ്ങൾ പറയുന്നതനുസരിച്ചു. മാധവനും കുടുംബവും അലഞ്ഞു തിരിഞ്ഞാണ് ഇവിടെ വന്നത്. എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് താള് വീണ് അപേക്ഷിച്ചു. എനിക്ക് സഹതാപം തോന്നി. അതുകൊണ്ട് എന്റെ ലോറിയിൽ ഒരു ഡ്രൈവർ ഉദ്യോഗം കൊടുത്തു. പുറമ്പോക്കിൽ ഒരു പെര തള്ളി കൂട്ടാനുള്ള സൗകര്യവും കൊടുത്തു.
ഇപ്പൊ ആ പുര പൊളിച്ചു മാറ്റാൻ ഞാൻ രൂപ കൊടുക്കണമെന്ന് പറയുന്നത് ന്യായമാണോ? ന്യായമായാലും അന്യായമായാലും മാധവമേനോന്റെ പുര അവിടുന്ന് പൊളിച്ചു മാറ്റണമെങ്കിൽ 25,000 രൂപ അയക്ക് കൊടുക്കണം. 25,000 തുക മോശമല്ലല്ലോ. പക്ഷേ അതിന്റെ വകുപ്പൂടെ എന്നെ ഒന്ന് അറിയിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. അയാൾക്ക് വേറെ വീട് വേണ്ടേ? വീട് ആവശ്യമുള്ള ഒത്തിരി പേര് ഈ നാട്ടിലുണ്ട്. അവർക്കെല്ലാം 25,000 രൂപ വെച്ച് കൊടുക്കാൻ എനിക്കെന്താ ബാധ്യത? മാധവമേനോൻ ഞങ്ങളുടെ യൂണിയൻ കൊണ്ടുവന്ന് അപേക്ഷ വന്നു. അതനുസരിച്ചാണ് ഞങ്ങൾ ഇടപെട്ടിരിക്കുന്നത്. 25,000 രൂപ കൊടുത്ത് മര്യാദയ്ക്ക് ഈ ഏർപ്പാട് തീർക്കുന്നതാണ് നല്ലത്. ഒന്ന് ചോദിച്ചോട്ടെ, മാധവമേനോൻ അങ്ങനെ ഒരു അപേക്ഷ എവിടെ കൊണ്ടുവന്ന് തന്നോ? ഇല്ലെങ്കിൽ പിന്നെ ഈ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല മുതലാളി, ഇവർ കള്ളം പറയാ. ഞാൻ അപേക്ഷ കൊടുത്തിട്ടില്ല. എനിക്കൊരു പൈസയും വേണ്ട. ഞാൻ ഇപ്പൊ തന്നെ പരിവഴിഞ്ഞു തന്നേക്കാം. എടോ മേനോൻ, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിയതാവേ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലേ പണം ചോദിച്ചു വാങ്ങിച്ചോണം. എന്നെ ഇതിനിടയ്ക്കൊന്നും വലിച്ചിടാൻ പറ്റില്ല. ഞാൻ പോകുന്നു മുതലാളി. ഇനിയിപ്പോ 25,000 ആരെയാണാവോ ഏൽപ്പിക്കേണ്ടത്? കളിയാക്കണ്ട കേട്ടോ. അവന് ഞങ്ങളൊരു പാഠം പഠിപ്പിക്കാതെ വിടില്ല. പാടോ. എടാ, നീ ആ മുതലാളിയുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ അവമാനിച്ചു അല്ലേ? ഇതിന് പകരം ചോദിക്കാൻ നിന്നെ ഞങ്ങളോട് വിട്ടയക്കില്ല. നീ ഇവിടുന്ന് പോകുന്ന ഞങ്ങൾക്കൊന്ന് കാണണം. ആ നേതാവേ, മനുഷ്യനെ ഒന്ന് സ്വൈര്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഞങ്ങളെ കൊച്ചാക്കിയിട്ട് നീ അങ്ങനെ ജീവിക്കണ്ട. അനങ്ങി പോകരുത് ഇവിടുന്ന്. ഭയരപ്പാളികളെ, നീയൊക്കെ മാധവനെ പുളുത്തും. ഓടിക്കോ, കാല് മാറിയാലും വേണ്ടില്ല, ഓടിക്കോ. ഇനിയിപ്പോ അവന്മാർ നിന്നെ ഉപദ്രവിക്കാൻ വരില്ലടോ. മനുഷ്യനെ ജീവിക്കാൻ അനുവദിച്ചില്ല, പിന്നെ എന്ത് ചെയ്യും മുതലാളി? നീ ഇത്രയേറെ നന്ദിയും സ്നേഹമുള്ള ആളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ആളുകൾ കുറവാണ്. 1000 രൂപയുണ്ട്. ഇതെന്തിനാ മുതലാളി? എവിടെയെങ്കിലും നിനക്കൊരു വീടുണ്ടാക്കണ്ടേ? അതിന് എന്റെ വക സംഭാവന. ക്ഷമിക്കണം മുതലാളി, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ ജോലി ചെയ്ത് സമ്പാദിക്കും. സംഭാവന സ്വീകരിച്ച് ശീലമില്ല. മുതലാളിക്ക് വിഷമം തോന്നരുത്. എങ്കിൽ ജോലിയിൽ ജീവിക്കാൻ മറ്റൊരു വഴി ഞാൻ പറയാം. എന്താ മുതലാളി? അപ്രോച്ച് റോഡിന്റെ പണി ഞാൻ സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഓടിക്കുന്ന എന്റെ ലോറിക്ക് ഇനി ഇവിടെ പണിയില്ല. ആ ലോറിയിൽ ഈ സാധനങ്ങളെല്ലാം കയറ്റി നീ എന്റെ നാട്ടിലേക്ക് പോകൂ. അവിടെ ചെന്നിട്ട് ഈ ലോറിയിൽ തന്നെ നിനക്ക് ജോലി ചെയ്യാം. ധാരാളം പണി കിട്ടും. എന്തു പറയുന്നു? ശരി മുതലാളി. കേറുമോളെ. കേടാ, അങ്ങോട്ട് മാറിയതി. അമ്മയും മക്കളൊക്കെ ഇവിടെ ഇറങ്ങിക്കോ. മോളെ പതുക്കെ ഇറങ്ങ. ഇവിടെ ചാടണ്ട, പതുക്കെ. ഇതാണ് വീടെന്ന് തോന്നുന്നു. മുതലാളി വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇതൊരു നല്ല പ്രദേശമാണെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ നല്ലത് ചീത്തയോ ഒന്നുമില്ല ലക്ഷ്മി. അധ്വാനിക്കാൻ മടിയില്ലാത്തവർക്ക് എല്ലാ നാടും നല്ലതാ. എവിടെങ്കിലും ഒന്ന് വേറൊറിച്ച് കിട്ടിയാ മതിയായിരുന്നു. ഒത്തിരി പൂവുണ്ട്, പറിക്കട്ടെ? അയ്യോ വേണ്ട വേണ്ട, ഇവിടെ. ആരെയാ പൂ പറിക്കുന്നത്?
കല്ലെടുത്തെറിഞ്ഞത്? അയ്യോ ആരാ? ദേ ആ ചെറുക്കനോ? എടാ നീ കല്ലുവരിച്ചെറിഞ്ഞോ? നിന്നെ കൂടി ഞാൻ തോട്ടിലോടാ കുരുത്തം കെട്ടവനെ. നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ടോ? നിന്റെ തൊടയിലെ തൊലി ഞാൻ ഇന്ന് എടുക്കുന്നുണ്ട്. കുരുത്തം കെട്ടവനെ നിന്നെ ഞാൻ ഇങ്ങോട്ട് മാറിയല്ല. മാധവ, എന്താ മാധവ? ആ ചെറുക്കൻ ഒരു കല്ലെടുത്ത് ഉഷമ്മയുടെ കാലിലെറിഞ്ഞു. അത്രേ ഉള്ളൂ. അതിന് മാധവൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഇവന്റെ ശല്യം കൊണ്ട് സഹിക്കാൻ വയ്യ മുതലാളി. ചാലവല്ല കുട്ടികളല്ലേ, പോരെങ്കിലും അല്പം കുസൃതി കൂടുതലാ അവന്. പോട്ടെ മോളെ, സാരമില്ല. ആ ഭാഗീരഥി, ഞാനിന്നലെ ഫോണിൽ സംസാരിച്ചില്ലേ, അത് ഇവരുടെ കാര്യമായിരുന്നു. എന്നിട്ടെന്താ അകത്തേക്ക് വരാതിരുന്നത്? മുതലാളിയുടെ വന്നോട്ടെ എന്ന് കരുതി. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും ഞാൻ ഭാഗീരഥിയോട് സംസാരിച്ചിട്ടുണ്ട്. ആ, എന്റെ ഡ്രൈവറെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് അയാൾ കാണിച്ചു തരും. ലോറിയും അങ്ങോട്ട് തന്നെ കൊണ്ടുപോയിക്കോളൂ. അങ്ങനെയാട്ടെ. ആ, കണ്ടിട്ട് നല്ല കൂട്ടരാണെന്ന് തോന്നുന്നു. പക്ഷെ ചെറുക്കനെ സൂക്ഷിക്കണം, വിളഞ്ഞ വിത്ത. മുതലാളി പണ്ട് താമസിച്ചിരുന്ന വീടാ. 3 മുറി ഒരു അടുക്കളയുണ്ട്. ഇതാ താക്കോൽ. വളരെ ഉപകാരം. നല്ല വീട്. ദൈവം നമ്മളെ കൈവിടുകില്ല ലക്ഷ്മി. വാടാ മക്കളെ, സാധനങ്ങളൊക്കെ ഇറക്കാം. എന്റെ ലോറി ഞാൻ മാധവന് തരുന്നു. വെറുതെ അല്ല, വിലയ്ക്ക്. അയ്യോ മുതലാളി, പരിഭ്രമിക്കണ്ട. ആരെങ്കിലും കാണിച്ച് ആ ലോറിക്ക് ഒരു വില നിശ്ചയിക്കുക. ആ തുക ജോലി ചെയ്ത് കൈ കിട്ടുന്നത് തിരിച്ചടയ്ക്കുക. ഇതിനെങ്ങനെയാണ്? വേണ്ട വേണ്ട, നന്ദി ഒന്നും പറയണ്ട. ഞാൻ അവിടുന്ന് വിളിച്ചോണ്ട് വന്ന മാധവൻ ഇവിടെ ഒരു നല്ല നിലയിൽ കഴിയുന്ന എനിക്ക് കാണണം. അതാണ് എനിക്കിവിടെ ഏറ്റവും വലിയ പ്രതിഫലം. കാപ്പി. വീടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കുടിലിൽ കഴിഞ്ഞിരുന്നവരല്ലേ, ഇപ്പോഴവർ കൊട്ടാരത്തിലാണ്. കുട്ടികളുടെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? എവിടെയെങ്കിലും ചേർക്കണം. പള്ളിക്കൂടം ഇവിടെ അടുത്താണോ? ആ കാര്യത്തിലൊന്നും മാധവൻ വിഷമിക്കണ്ട. വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു തരും. ആ, മാധവന്റെ ആദ്യത്തെ ജോലി എന്റെ വക തന്നെ ആയിക്കോട്ടെ. പുതിയ പറമ്പിൽ മതിൽ കെട്ടാൻ കുറെ ഇഷ്ടിക ഇന്ന് തന്നെ ഇറക്കാം.